നമസ്കാരം. എന്തുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ ചർച്ച വേണ്ട ഡൈല്യൂട്ടായി പോകുമെന്ന് ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കുന്നുണ്ടോ? അല്ല, ഇത് ചർച്ച ചെയ്ത് ഡൈല്യൂട്ട് ചെയ്യാം എന്നൊരാഗ്രഹം അവർക്ക് കാണും. ഞങ്ങൾ എന്തായാലും നിന്ന് കൊടുത്തിട്ടില്ല. അതില് ചർച്ചക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ചർച്ച ചെയ്ത് എല്ലാ അടിയന്തര പ്രമേയം പോലെ ഇത് കൊടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് കളയാം എന്ന ആ ഒരു ആഗ്രഹം അവർക്ക് കാണും. അതിന് യാതൊരു പ്രസക്തിയില്ല. ഇന്ന് ഈ രീതിയിൽ അത് അവരുടെ ആഗ്രഹം. ഡൈലൂട്ട് ആവൂല. അവർക്ക് അതിനൊരു ആഗ്രഹം നടക്കൂല. കേട്ടല്ലോ, ഇന്നത്തെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബംഗളൂരുവിലെ ഒരു ഫ്ളാറ്റിൽ, അത് ഏത് ഫ്ളാറ്റ് എന്നൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു, ആ ഫ്ളാറ്റിൽ വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ഒരു രമേശ് റാവു, പുതിയ കഥാപാത്രമാണ്, അത് ആന്റി കച്ചവടത്തിന്റെ അപ്പോസ്റ്റലാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ഡീലിങ്സും നടത്തുന്ന വ്യക്തികൾ ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് ഒരു സമ്മാനം കൊടുക്കുന്നതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നത്. അന്വേഷിച്ചപ്പോഴും ഒപ്പം തന്നെ അടൂർ പ്രകാശ് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ അത് ഈന്തപ്പഴം കൊണ്ട് തന്നതാണെന്നാണ്. ഒടുവിൽ അടൂർ പ്രകാശിന്റെ ന്യായീകരണമാണ് പ്രേക്ഷകർ കേട്ടത്. ഈന്തപ്പഴമാണ് സമ്മാനം. രമേശ് റാവുവിനെ അറിയില്ല. താൻ പോയത് പുളിമാത്തുള്ള വീട്ടിൽ പോയത് എത്ര തവണയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. വീട്ടിൽ പോയപ്പോൾ കൂടെ രമണി പി നായരും ഉണ്ടായിരുന്നു. പലതവണ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ അയൽവാസി ഒരു പെയ്ഡ് സാക്ഷിയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം സത്യമാണ്. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. റിപ്പോർട്ടർ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു അടൂർ പ്രകാശ്. ആ സമ്മാനങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഈന്തപ്പഴമോ മറ്റു ചെറിയ സാധനങ്ങളോ ആണെന്ന് അടൂർ പ്രകാശ് ചാനലിലെ മരമുറി ചാനൽ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടാണ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ ശരിവെച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത്. ശ്രീ അടൂർ പ്രകാശ്, ഈ ചിത്രങ്ങൾ അങ്ങയുടേതാണ്. അങ്ങേക്കത് AI ചിത്രമാണെന്ന് പറഞ്ഞ് അങ്ങേക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അത് റിയൽ ചിത്രങ്ങളാണെന്നുള്ളത് കൊണ്ട് അങ്ങേക്കത് കഴിയില്ല. ആ ദൃശ്യങ്ങൾ സംസാരിക്കുന്ന തെളിവുകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ ദൃശ്യങ്ങളാണ് അങ്ങ് കണ്ടത്. ആ വാർത്ത പുറത്തുവിട്ട ചാനലിനെ ആക്ഷേപിച്ചതുകൊണ്ട് ആ വാർത്ത ഇല്ലാതാകുന്നില്ല. നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് അത് ഈന്തപ്പഴം തന്നെയാണെന്നുള്ള കാര്യം. അടൂർ പ്രകാശ് കിട്ടിയ കാര്യം പറഞ്ഞല്ലോ. ഇത്രയും കാലം പറഞ്ഞില്ലെങ്കിലും ഫോട്ടോ വന്നപ്പോൾ എനിക്ക് ഈന്തപ്പഴം കിട്ടിയെന്നെങ്കിലും അദ്ദേഹം സമ്മതിച്ചല്ലോ. അത് തന്നെ വലിയ കാര്യം. പിന്നെ ഒരു കാര്യം, ഈ ഈന്തപ്പഴമൊക്കെ മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2019 അദ്ദേഹം MP ആയതിനു ശേഷമാണ്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഈന്തപ്പഴം ഇത് മരത്തിൽ നിന്ന് പറിച്ച ഈന്തപ്പഴമല്ല. അതാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ ഈന്തപ്പഴം എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അതെടുത്ത് അന്തസ്സായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് അടൂർ പ്രകാശിന് നല്ലതെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ഈ ഈന്തപ്പഴം മരത്തിൽ കായ്ക്കുന്നതല്ല. ഇത് ശബരിമലത്തെ സ്വർണ്ണ ഇളക്കി കൊണ്ടുവന്നിട്ട് അത് വെച്ച് ഈന്തപ്പഴം ഉണ്ടാക്കി അതേ മോഡൽ ഈന്തപ്പഴം ഒരു 4 കിലോ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് സ്വർണ്ണ ഈന്തപ്പഴം, ശബരിമലയിലെ ആ സ്വർണം വെച്ചുണ്ടാക്കിയ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഇത് കുരുവൊന്നുമല്ല. ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ സ്വർണത്തിലുള്ള ഈന്തപ്പഴമാണ്, കഴിക്കാനല്ല. ബാങ്കിൽ കൊണ്ടുവന്ന് ലോൺ വെച്ചാൽ ആ ഈന്തപ്പഴം വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടും. അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ ഇഷ്ടം പോലെ ഐശ്വര്യം വരും. കാര്യം ഈന്തപ്പഴം ആകുമ്പോൾ മുസ്ലിം മതവിഭാഗക്കാരെ പറ്റി ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മതസ്ഥന്റെ ആ സ്വർണവും കൂടി ആകുമ്പോൾ രണ്ട് വിഭാഗത്തിൻ്റെ നിന്നുള്ള ഒരു ഐശ്വര്യം എൻ്റെ വീട്ടിലേക്ക് കയറി വരും. പിന്നെ പോരാത്തതിന് ആരും സംശയിക്കത്തുമില്ല. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ചില തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അതായത് അധികാര കേന്ദ്രത്തിൽ ഇരുന്നപ്പോൾ കടകംപള്ളിയുടെ പേരോ അല്ലെങ്കിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അവർ ഒപ്പുവെച്ചു. ഈ കള്ളങ്ങളെ കുറിച്ച് അറിഞ്ഞില്ല. അതുകൊണ്ട് അവർ ജയിലിലേക്ക് പോയപ്പോൾ യഥാർത്ഥ കള്ളന്മാർ ആരാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ലൈംലൈറ്റിലേക്ക് ഈ വിവാദവുമായി വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. അത് പല ആവർത്തി പറഞ്ഞതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ പറയുകയാണ്. സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമം, പമ്പയിൽ വെച്ചിട്ട് ദേവസ്വം ബോർഡിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം, ആ അയ്യപ്പ സംഗമത്തിന് 3 ദിവസം മുന്നോടിയായിട്ടാണ് ഏഷ്യാനെറ്റ് എന്ന ചാനലിൽ വന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കാണാനില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്. അതോടുകൂടിയാണല്ലോ ഈ സ്വർണ്ണക്കടത്ത് കേസിന്റെ പതിയെ വാതിൽ തുറക്കപ്പെടുന്നത്. അപ്പോ സർക്കാരിനെ സഹായിക്കാനാണോ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടി ആഗോള അയ്യപ്പ സംഗമം, ശബരിമലയ്ക്ക് വേണ്ടി നടത്തുന്ന പരിപാടി, ആ പരിപാടിയെ പൊളിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയോഗിച്ചത് ആര് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ഇനി അതിന് ഉത്തരം കിട്ടും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, തന്ത്രിയിൽ വരെ എത്തി നിൽക്കുകയാണ്. തന്ത്രി അറസ്റ്റിലായപ്പോൾ ആ വീട്ടിൽ ആരാണ് ഓടിപ്പിടച്ച് ചെന്നത്? ഏതെങ്കിലും CPM നേതാവോ
CPM-മായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും, കാര്യം പത്മകുമാർ ഉൾപ്പെടെ 3 പേരാണല്ലോ അകത്ത് കിടക്കുന്നത്, തന്ത്രി ഇനിയിപ്പോൾ കൂടുതൽ പേര് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ പെടുമെന്ന രീതിയിൽ കടകംപള്ളിയുടെ ഏതെങ്കിലുമൊക്കെ അനുയായികൾ അവിടെ ഓടിച്ചെന്നോ? ഓടിച്ചെന്നില്ല. ഓടിച്ചെന്നത് BJP നേതാക്കളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് വിട്ടത് ആരാണ്? BJP കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം. കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളിലൂടെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചിരുന്നത് കോൺഗ്രസ് നേതാക്കന്മാരും BJP നേതാക്കന്മാരുമാണ്. ആ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പൊടുന്നനെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കാണാനില്ല എന്ന ആരോപണവുമായിട്ട് വരുന്നത്. അവിടെ തുടങ്ങിയ അന്വേഷണം, അതിൽ ദേവസ്വം വിജിലൻസ് ആദ്യം അന്വേഷിക്കുന്നു. കാണാനില്ലെന്ന് പറഞ്ഞത് ഇതേ അടൂർ പ്രകാശ് നിത്യസന്ദർശകനായിട്ടുള്ള ഈ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ സ്വർണം സഹോദരിയുടെ വീട്ടിൽ വയ്ക്കാറുണ്ട്, സഹോദരി ഇവിടെയാണ് താമസിക്കുന്നതെന്നും അടൂർ പ്രകാശിന് കൃത്യമായിട്ട് അറിയാം. അപ്പോ പ്ലാനിങ് എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടി ഇവർ ഇട്ട പദ്ധതിയാണ് അടപടലം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അനുദിനം പുറത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അറസ്റ്റിലാകാൻ കാരണം ആ പദവിയിൽ ഇരുന്നപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ അറിയാതെ പോയി, അല്ലെങ്കിൽ അവർ ആ സ്വർണം ഇളക്കിക്കൊണ്ടു പോകാൻ തന്ത്രിയും പോറ്റിയും തീരുമാനിച്ചപ്പോൾ എതിർപ്പറിയിക്കാതെ ഒപ്പിട്ട് കൊടുത്തു. ഇതാണ് അവർ ചെയ്ത തെറ്റ്. അല്ലാതെ അവർ സ്വർണത്തെ തൊട്ടിട്ടില്ല, അവർ ഈ സ്വർണം കൊണ്ടുപോയ ഇടങ്ങളിൽ പോയിട്ടില്ല. ഇവിടങ്ങളിലെല്ലാം സഞ്ചരിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. എന്തിനേറെ പറയുന്നു, സ്വർണം വാങ്ങിച്ച ബെല്ലാരിയിലെ ഗോവർദ്ധനൻ, സ്വർണം കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ സ്വർണത്തിന്റെ ക്ലാഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലെ ഭണ്ഡാരി പങ്കജ് ഭണ്ഡാരി തുടങ്ങി സകലമാന പേരും ഒരേപോലെ അടൂർ പ്രകാശിനോടൊപ്പവും ആന്റോ ആന്റണിക്കൊപ്പവും നേരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കടത്തിന്റെ റൂട്ടുകൾ നടന്നിരിക്കുന്നവരെല്ലാം ഒരുമിച്ചുണ്ട്. എന്നാൽ എതിർപക്ഷത്ത് ഭരണത്തിലിരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ആരോപണങ്ങളെല്ലാം ഭരണത്തിലിരിക്കുന്നവരുടെ തലയിൽ വെച്ചതിന് ശേഷം കൊള്ളയടിച്ചുകൊണ്ടിരുന്നവരെ BJP-ക്കാർ തന്ത്രിയുടെ വീട്ടിൽ പോയി രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ED-യെ കൊണ്ടുവന്നിട്ട് തന്ത്രിയുടെ വീട്ടിൽ മാത്രം റെയ്ഡ് നടത്താതിരിക്കുന്നു. തുടങ്ങിയ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണോ? അല്ല. അപ്പോ ഈ അന്വേഷണത്തിൽ പോലും പക്ഷം പിടിക്കുന്നത് ആരാണ്? തന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആരാണ്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമോ ന്യായീകരണമോ പറഞ്ഞുകൊണ്ട് വന്നില്ലല്ലോ. അന്വേഷണം നടക്കട്ടെ, ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിലൂടെ ആരൊക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വർണം കട്ടിട്ടുണ്ടോ പുറത്തു വരട്ടെ എന്നാണ്. ഇപ്പൊ നോക്കിയേ, ഇത്രമാത്രം ആത്മാർത്ഥ ബന്ധങ്ങൾ അടൂർ പ്രകാശുമായി ഉണ്ടായിട്ട് അടൂർ പ്രകാശ് അറിയാതെ, കാര്യം സ്വന്തം മണ്ഡലത്തിലെ വോട്ടർ എന്ന് അദ്ദേഹം പറയുന്നതിനപ്പുറം ഈ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. കല്യാണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആ വീട്ടിലെ എന്ത് ഫംഗ്ഷനിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. 1 തവണയോ 2 തവണയോ കടകംപള്ളി പോയത് വലിയ സംഭവമാക്കി അവതരിപ്പിക്കുന്നതിനപ്പുറം യഥാർത്ഥ കള്ളന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും കള്ളങ്ങൾ എല്ലാ കാലവും അങ്ങനെ കെട്ടിമൂടി വെക്കാൻ പറ്റില്ല. അത് പൂർണ്ണ ശോഭയോടുകൂടി അയ്യപ്പൻ പുറത്തേക്ക് തന്നെ കൊണ്ടുവരും എന്നതിന്റെ തെളിവാണ് ചെറിയ ചെറിയ ഫോട്ടോകൾ വെച്ചിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ചിത്രങ്ങൾ പുറത്തേക്ക് വന്ന് കോൺഗ്രസ്സുകാരെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബംഗളൂരുവിൽ വെച്ചിട്ടും സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ചൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നു, സമ്മാനം വാങ്ങിക്കുന്നു, ഈന്തപ്പഴമാണെന്ന് പറയുന്നു. ആ ഈന്തപ്പഴം ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെല്ലാം കൂടി ചേർന്ന് സോണിയാഗാന്ധിയുടെ വീട്ടിലും ഈന്തപ്പഴം എത്തിച്ചു, അടൂർ പ്രകാശിന്റെ വീട്ടിലും ആ സ്വർണ്ണ ഈന്തപ്പഴം എത്തിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ തൂങ്ങാൻ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നിയമസഭയിൽ ചർച്ച വേണ്ട എന്ന രീതിയിൽ ഇറങ്ങി ഓടി എന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരമാകുമെന്ന് ഇന്നത്തെ സംഭവവികാസങ്ങൾ തെളിയിക്കുകയാണ്.